പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി. പ്രശ്നങ്ങളുള്ള, പ്രതികൂലങ്ങളുള്ള ഒരു കാലഘട്ടം നമ്മെ വിട്ട് കഴിഞ്ഞുപോയി. ഒരുപാട് സന്തോഷവും ദുഃഖവും ആനന്ദവും ഒക്കെ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നൽകി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നാം എല്ലാവരും കാഴ്ചപ്പാടുകൾ വച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചല്ലാതെ നമുക്ക് ഈ വർഷം മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തൊക്കെയാണ് പ്രതികൂലങ്ങൾ നമ്മെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്, ലോകത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അടുത്ത മാസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മിനിറ്റിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവജനത്തിനറിയാം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാറ്റിനെയും ജയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കഴിയും. പരിശുദ്ധാത്മാവ് ഈ വർഷം തൻ്റെ സഭയ്ക്ക്, തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട ദൂത്, ഫ്ലൈറ്റ് ടു ഗ്ലോറി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഹല്ലേലൂയ, ആമേൻ. ദൈവശക്തിയുള്ള ഒരു ദൈവ പൈതലിന്, ദൈവകൃപയുള്ള ഒരു ദൈവ പൈതലിന് പ്രതികൂലങ്ങൾക്ക് മീതെ പറന്നുയരുവാൻ തക്കവണ്ണം കഴിയും. നമുക്കറിയാം, കഴുകൻ ഒരിക്കലും താഴ്ചയിൽ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലത്തേക്ക് പറന്ന് നടക്കാൻ അതിനൊട്ടുമേ ഇഷ്ടമില്ല. അതെപ്പോഴും ഉയരങ്ങളിലേക്കാണ് അത് പറന്ന് ഉയരുന്നത്. മേഘങ്ങൾക്കും മുകളിലാണ് അത് പറന്നുയരുന്നത്. പ്രതികൂലങ്ങൾക്കും മീതെയാണ് അത് പറന്നുയരുന്നത്. കൊടുങ്കാറ്റ് അതിനൊത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ആ കൊടുങ്കാറ്റ് തന്നെ ഉയർത്തുവാൻ തക്കവണ്ണം തൻ്റെ ചിറകുകൾ ഉയർത്തിക്കൊടുക്കും. ഏത് പ്രതികൂലങ്ങൾക്കകത്തും ഉയർന്നു കയറുവാൻ ദൈവശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധികൾക്കകത്തും നിങ്ങൾക്ക് ജയിച്ചു കയറുവാൻ ദൈവശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ വർഷം എല്ലാറ്റിനും മീതെ ഉയർന്നു കയറുവാൻ തക്കവണ്ണം കഴിയും. ആമേൻ. വചനം പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുമാറാകട്ടെ. തിന്മകൾ ആണ് കണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകൾ കണ്ണുനീരാണ് കണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകളാണ് കണ്ടെങ്കിൽ, നന്മ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നാളുകളായിരിക്കും ഈ വർഷം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, നിലവിളികൾ ഉണ്ടായെന്ന് വരാം. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കപ്പെടാത്ത അനുഭവങ്ങൾ, സംഭവങ്ങളൊക്കെ നടന്നു എന്ന് വരാം. എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ കരത്തെ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നമുക്ക് ശരണവും കോട്ടയുമായിട്ടിരുന്ന് ഈ വർഷം നമ്മെ കൈപിടിച്ച് നടത്തുവാണെങ്കിൽ, തീയിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാണുമായിരിക്കാം. തീജ്വാല ദഹിപ്പിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു, ആ തീജ്വാല നമ്മെ ദഹിപ്പിക്കത്തില്ല, ആ പെരുവെള്ളം നമ്മെ മുക്കുകയില്ല. കാരണം കർത്താവിൻ്റെ വലങ്കരം നമ്മെ പിടിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തി നമ്മെ ബലഹീനതയിൽ ബലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ദൈവിക ബലം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഏത് തീച്ചൂള പോലെയുള്ള പ്രശ്നങ്ങളെയും, ഏത് പെരുവെള്ളം പോലെ വരുന്ന പ്രശ്നങ്ങളെയും നമുക്ക് ജയിച്ച് പറന്ന് ഉയരുവാൻ തക്കവണ്ണം കഴിയും. ഈ വർഷം ദൈവകൃപയിൽ തന്നെ ദൈവജനമെ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തന്നെ നിങ്ങൾ ആശ്രയിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ലോകത്തിൽ മറ്റ് ആശ്രയങ്ങളിൽ തേടിപ്പോകുന്നതിനേക്കാൾ, മറ്റ് കാര്യങ്ങളിൽ നമ്മുടെ സമയങ്ങൾ ചെലവിടുന്നതിനേക്കാൾ അധികം ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടക്കുവാൻ, ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നടക്കുവാൻ നാം സമയങ്ങൾ കണ്ടെത്തിയാൽ ഉയരങ്ങളിലേക്ക് നമുക്ക് പറന്നുയരുവാൻ തക്കവണ്ണം കഴിയും. ഒരിക്കലും താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കഴിയും. ആ ഒരു ദൈവശക്തി നിങ്ങളെല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ട ഒന്നും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കാണാതിരിപ്പാൻ ദൈവകൃപ നിങ്ങളെല്ലാവരുടെ മേലും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ ഈ നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. പുതിയ ഒരു വർഷം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. മുൻപോട്ടുള്ള ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെ, ദൈവപ്രവൃത്തിയുടെ, വർധനവിൻ്റെ ദിവസങ്ങളായി അങ്ങയുടെ ജനത്തിന് അങ്ങ് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പോൾ എല്ലാ പ്രതികൂലങ്ങൾക്കും മീതെ ആ കഴുകൻ പറന്നുയരുന്നതുപോലെ അങ്ങയുടെ ജനം എല്ലാ പ്രതികൂലങ്ങൾക്കും മീതെ പറന്നുയരുവാൻ ഉയരത്തിലെ ശക്തി അങ്ങയുടെ ജനത്തിന്മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതത്രേ ചിന്തിപ്പിനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങൾ ഭൂമിയിലുള്ളതെല്ലാം മറന്ന്, ഭൂമിയിലുള്ള ദുഃഖങ്ങൾ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഭൂമിയിലുള്ള ഞങ്ങളുടെ ചിന്തകൾ എല്ലാം മറന്ന് സ്വർഗീയമായ ദർശനങ്ങൾ, സ്വർഗീയമായ വെളിപ്പാടുകൾ, സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ, ദൈവിക കർത്താവെ ദർശനങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകേണ്ടതിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗം കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകമെങ്ങുമായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇപ്പോൾ അവരുടെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ആരോഗ്യത്തിൻ്റെ മേൽ നിന്റെ കരം ഇപ്പോൾ തൊടണമേ. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ശുശ്രൂഷകളിലായിരിക്കുന്ന അഭിഷക്തന്മാർ തേജസ്സിൽ നിന്ന് തേജസ്സിൻ്റെ ശുശ്രൂഷയിലേക്ക് അവർ ഉയർന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ അവരെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കറിയാം കർത്താവ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, അപകടങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ ഒക്കെ ഈ വർഷം ചിലപ്പോൾ നടന്നുവെന്ന് വരാം. അതിന് നടുവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ മുഖാന്തരം ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. വലിയ ഉണർവുകൾ ഉണ്ടാകട്ടെ. കൂട്ടമായി ജനം യേശുവിലേക്ക് തിരിയുന്ന നാളുകളായി മാറട്ടെ. കൂട്ടമായി ജനം സ്നാനപ്പെടുന്ന നാളുകളായി മാറട്ടെ. ദൈവസഭകൾ നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങളിലേക്ക് മാറട്ടെ കർത്താവേ. അങ്ങനെ അസാധാരണമായ ഒരു ഉണർവിൻ്റെ ഒരു വർഷമായി ഈ വർഷം മാറിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ട ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അഭിഷേകത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഇതുവരെയും ദൈവശക്തി അനുഭവിക്കാത്തവർ ദൈവശക്തി ഇപ്പോൾ അനുഭവിക്കട്ടെ. അന്യഭാഷയുടെ അടയാളങ്ങൾ ചിലരുടെ നാവിന്മേൽ ഇപ്പോൾ വെളിപ്പെടുമാറാകട്ടെ. പുതിയ പുതിയ കൃപാവരങ്ങൾ അവരുടെ മേൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. സ്വർഗത്തിലെ സകലാത്മിക അനുഗ്രഹങ്ങൾ ക്രിസ്തയേശുവിൽ കൂടെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ആമേൻ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനം ഒരു അനുഗ്രഹമായി മാറിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം എല്ലാറ്റിലും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണും. ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പറന്നുയരും. ആ മഹത്വത്തിലേക്ക് ഞങ്ങൾ കയറും. കർത്താവിൻ്റെ കരം ഞങ്ങളെ തൊട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദ ഇയർ ഓഫ് ഫ്ലൈറ്റ് ഗ്ലോറി. ആമേൻ. ഈ വർഷം മഹത്വത്തിലേക്ക് പറക്കുവാൻ സ്വർഗീയ ശക്തി നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ആ ദൈവശക്തിക്കകത്ത് ഓരോ ദിവസവും നമുക്ക് ജയോത്സവമായി മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരുടെ കൂടെയും ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ബൈ ബൈ.